ഹായ്, ഇന്ന് നമ്മളിതാ ഒരു അടിപൊളി കൂടാണ് നിർമ്മിക്കുന്നത്. നമുക്ക് വളർത്തുന്ന ഏത് പക്ഷിക്കും, അതായത് കോഴിക്കാവട്ടെ, കാടക്കാവട്ടെ, പിന്നെ അതേപോലെ ലവ് ബേഡ്സിനാവട്ടെ, അതേപോലെ നമ്മൾ വളർത്തുന്ന ഏത് പക്ഷിക്കും അതേപോലെ തന്നെ മുയലിന് ഒക്കെ പറ്റിയ ഒരു അടിപൊളി കൂടാണ്. അപ്പോൾ 2 തട്ടായിട്ടുള്ള ഒരു കൂടാണ് നമ്മൾ നിർമ്മിച്ചത്. അടിപൊളിയായിട്ടുള്ള ഒരു കൂടാണ് ഇത്. നമ്മൾ നിർമ്മിച്ചത് 3 ടയർ, ബൈക്കിൻ്റെ 3 ടയറും അതേപോലെ ഈ GI നെറ്റും പിന്നെ നമ്മുടെ പട്ടിക ഉപയോഗിച്ചിട്ട്, മരത്തിൻ്റെ പട്ടിക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കൂട് നിർമ്മിച്ചത്. വളരെ സിമ്പിളായിട്ട്, വളരെ ചിലവ് കുറഞ്ഞ് ആർക്കും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മളിത് നിർമ്മിച്ചത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു വളരെ സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു കൂടാണ്. അപ്പോൾ ഈ കൂട് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ അതാ ഇതേപോലെയുള്ള 3 ടയറുകളാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ 2 ടയർ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ഭാഗത്തെ സൈഡ് ഭാഗത്തെ ഇതേപോലെ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ ഈ കത്തി, നമ്മൾ കരിക്കത്തി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേ കരിക്കത്തി കൊണ്ട് തന്നെ ഇത് സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്നത്. ഈ നനയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ റബ്ബറിൽ കത്തി ടൈറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് കത്തി നനച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ 2 ഭാഗവും നമുക്ക് ആവശ്യമുള്ള തന്നെയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 ടയർ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് രണ്ടാമത്തത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു നമ്മൾ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലൊരു, അതായത് നമ്മുടെ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന ഒരു കത്തി കൊണ്ട് ഇതേപോലെ ഒരു ഹോൾസ് ആദ്യം ഒന്ന് ചെറുങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കറിക്കത്തി അതിൽ ഇതേപോലെ കറിക്കത്തി കൊണ്ട് പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 ടയർ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്കിതിൻ്റെ തട്ട് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മരം അല്ലെങ്കിൽ നല്ല പ്ലൈവുഡോ പട്ടിക എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ടയറിൻ്റെ കട്ട് ചെയ്ത ഭാഗം ഇതേപോലെ വെച്ച് നമുക്ക് ആ റൗണ്ടിലൊന്ന് വരച്ചെടുക്കാം. ആ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ വുഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വുഡുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ടയറിൻ്റെ ഇതേപോലെ നമ്മളൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ടയറിൻ്റെ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ, ഈ കട്ട് ചെയ്ത പീസ് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ആണി അടിച്ച്, അതായത് നെയ്സ് ആണി, 1 ഇഞ്ചിൻ്റെ നെയ്സ് ആണി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. ആണി ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇതേപോലെ നന്നായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു നമ്മുടെ തട്ടിന് വേണ്ടിയിട്ടുള്ള ഇതാണ്, ഷീറ്റാണ്. അപ്പം റൗണ്ട് ഷേപ്പിലുള്ള ഈ തട്ടിനുള്ള ഷീറ്റ് നമുക്ക് റെഡിയായി കിട്ടും. ടയറിനുള്ളിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആണിയൊക്കെ അടിച്ചതിന് ശേഷം അത് തിരിച്ച് വെച്ച് ആണിയുടെ ബാക്കി ഭാഗങ്ങൾ, അതായത് താഴെ ഭാഗം ഇങ്ങോട്ട് പുറത്തേക്ക് ഉണ്ടാവും, അത് നമ്മൾ ഇതേപോലെ തിരിച്ച് വെച്ചതിന് ശേഷം ചുറ്റിക ഉപയോഗിച്ചിട്ട് ആ ആണിയൊക്കെ വളച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഷീറ്റ് നമ്മൾ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുത്ത നമ്മുടെ ടയറിൻ്റെ ഉള്ളിൽ ഇതേപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തട്ട് റെഡിയായി, കണ്ടില്ലേ? അപ്പോൾ 2 ടയറിനും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അത് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ഒരു ടയറിന് നമ്മൾ ഇതേപോലെ അത് തമ്മിൽ, അതായത് നമ്മുടെ ഷീറ്റും ആ ടയറും തമ്മിൽ നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അടിഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ള ടയറാണ്. അപ്പോൾ ആ തട്ടിന് വേണ്ടിയിട്ട് അടിഭാഗത്തെ തട്ട് നമുക്ക് ബലത്തിൽ നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നെട്ടും ബോൾട്ടും ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു ടയറിന് മാത്രം നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ട് കുടിക്കാൻ മതി.
അപ്പോൾ അത് 2 ടയർ നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ നമ്മൾ പലകയൊക്കെ റെഡിയാക്കി അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടയറിലാണ് നമ്മൾ അതേപോലെ ചെയ്തത്. ഒരു ടയർ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ടയർ നമ്മൾ ഇതേപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതും നമുക്ക് മുകൾ ഭാഗത്തേക്കുള്ള ടയറാണ്. അപ്പോൾ ഇതിലൊന്ന് നമുക്ക് അടിഭാഗത്തേക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നെറ്റിൻ്റെതാണ്, നമ്മുടെ നെറ്റിൻ്റെ ഉള്ളിൽ ഇതേപോലെ വെച്ച് കൊടുക്കും. അപ്പോൾ നെറ്റിൻ്റെ ഒരു സൈഡിൽ നമ്മളൊരു ടയർ വെച്ചു. ഇത് നമുക്ക് മുകൾ ഭാഗത്തെ ടയറാണ് നമ്മൾ വെക്കുന്നത്. മുകൾ ഭാഗത്തെ ടയർ നമ്മൾ മുകൾ ഭാഗത്തും ഇതേപോലെ വെക്കുന്നുണ്ട്. ഇത് അപ്പോൾ അത് നമ്മുടെ നെറ്റിൻ്റെ എൻഡ് ഭാഗങ്ങളിൽ, അതായത് മുകളിലും താഴെയായിട്ട് എൻഡ് ഭാഗങ്ങളിൽ കറക്റ്റായിട്ട് നമ്മുടെ ടയർ വെക്കണം. അതിനുശേഷം നമ്മുടെ 2 പട്ടികകൾ എടുത്തിട്ടുണ്ട്. 2 പട്ടിക, അതായത് പട്ടികക്ക് കുറച്ച് നീളം കൂടുതൽ എടുത്തിട്ടുണ്ട് നമ്മുടെ അതായത് നെറ്റിനേക്കാൾ, നമ്മുടെ കൂടിനേക്കാൾ അതേപോലെ താഴെ ഭാഗത്തേക്ക് ഒരു 30 സെൻറ്റിമീറ്റർ നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാലായിട്ടാണ് വരിക. അപ്പോൾ 2 സൈഡിലും നമ്മൾ നെറ്റിൻ്റെ എൻഡ് ഭാഗത്തായ 2 സൈഡിലും നമ്മൾ ഈ പട്ടിക ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡ്രിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് ഹോളുകൾ ഇട്ടതിന് ശേഷം നമ്മളിത് നെട്ടും ബോൾട്ടും ഇട്ടിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മൊത്തത്തിൽ നമ്മൾ എല്ലാ ഭാഗത്തും നെട്ടും ബോൾട്ടും തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. താഴെ ഭാഗത്ത് നമ്മൾ ഹോള് വെക്കുമ്പോൾ നമ്മുടെ തട്ടുള്ളത് കൊണ്ട് നമുക്ക് ടയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് വേണം നമ്മുടെ ഹോള് വരാൻ. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ മുകൾ ഭാഗത്തേക്ക് ഹോള് വരുമ്പോൾ മാത്രമേ നമുക്ക് അത് നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പട്ടികക്ക് ഹോളിട്ടതിന് ശേഷം മറ്റേ പട്ടികക്ക്, രണ്ടാമത്തെ പട്ടികക്ക് നമ്മൾ അതേ അളവിൽ തന്നെയാണ് ഹോളുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ പട്ടികയിലും ടയറിലും നമ്മൾ ഹോളുകൾ തയ്യാറാക്കി. ഇനി ഇത് നമുക്ക് ഇതേപോലെ നെട്ടും ബോൾട്ടും ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം, അത് ഫിറ്റ് ചെയ്യുക. അത് നെറ്റിന് കൂടുന്ന രൂപത്തിൽ വേണം, നെറ്റിൻ്റെ ഒരു കള്ളിയിൽ കൂടുന്ന രൂപത്തിൽ വേണം നമ്മൾ ഇതേപോലെ അത് ഫിറ്റ് ചെയ്യുക. അടിയിൽ നമ്മൾ, അതായത് ടയറിൻ്റെ ഭാഗത്ത് നമ്മളൊരു വലിയ വാഷർ കൊടുത്തിട്ടാണ് നമ്മളത് ബോൾട്ട് ഇട്ടതിന് ശേഷം നെട്ടും ബോൾട്ടും ഇട്ട് അത് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗത്തെയും പട്ടിക നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ട് നന്നായിട്ട് ഫിറ്റ് ചെയ്തു. ഇനി നമുക്കത് നമ്മുടെ, അതായത് 3ാമത്തെ ടയർ നമ്മൾ റെഡിയാക്കി വെച്ച, നമ്മൾ തട്ടൊക്കെ റെഡിയാക്കി വെച്ച ടയർ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ നടുഭാഗത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഹോളുകൾ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് അതേപോലെ തന്നെ നെട്ടും ബോൾട്ടും ഇട്ട് അത് ടൈറ്റ് ആയിക്കും. അപ്പോൾ നടുവിലെ ടയറും നമ്മൾ ഫിറ്റ് ചെയ്തു. അതൊക്കെ എല്ലാ നെട്ടും ബോൾട്ടുകളും നമ്മൾ നന്നായിട്ട് ഇതേപോലെ സ്പാനറുകൾ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റായി കൊടുക്കണം. ഇനി നമുക്കിത് തിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വെച്ചതിൻ്റെ പുറം ഭാഗത്ത് നടുഭാഗത്തായിട്ട് നമ്മൾ താഴെ വെച്ച പട്ടികയുടെ അതേ അളവിൽ മറ്റൊരു പട്ടിക എടുത്തിട്ടുണ്ട്. ആ പട്ടിക നമുക്ക് അതിൻ്റെ നടുഭാഗത്ത്, അതായത് പുറം ഭാഗത്ത് നടുഭാഗത്ത് നമുക്ക് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ പുറം ഭാഗത്ത് മൂന്നാമത്തെ പട്ടികയും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ കാലുകളൊക്കെ റെഡിയായി. ഇനി നമ്മൾ ഇതേപോലെ 2 പട്ടിക എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം നമ്മൾ 2 പട്ടിക എടുത്തതിൻ്റെ, അതായത് നമ്മൾ ഇതിൻ്റെ മുൻഭാഗത്ത് 2 സൈഡിലായിട്ട് നമ്മൾ ആ 2 പട്ടികകൾ ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കൂടിൻ്റെ അതേ അളവ് തന്നെ എടുത്താൽ മതി ആ പട്ടിക. അപ്പോൾ അത് ഈ 2 ടയറിൽ, അതായത് മുകൾ ഭാഗത്തെയും താഴ് ഭാഗത്തെയും ടയറിൽ മാത്രം അത് നെട്ടും ബോൾട്ടും ഇട്ട് കുടിക്കാൻ മതി. ഇനി ഇത് നമുക്ക് പട്ടികകളൊക്കെ ഫിറ്റ് ചെയ്തതിൻ്റെ നടുഭാഗങ്ങളിൽ, അതായത് നെട്ടും അതായത് ടയറും തമ്മിൽ നമുക്ക് ഇതേപോലെ ഒന്ന്, അതായത് ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് നെട്ടും ബോൾട്ടും ഇട്ട് അതൊക്കെ ഒന്ന് കുടുക്കി കൊടുക്കാം. അതൊക്കെ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് അതേപോലെ ചെയ്ത് കൊടുക്കാം. അടിഭാഗത്ത് മുകൾ ഭാഗത്തൊക്കെ നമ്മൾ അതേപോലെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നടുഭാഗത്ത് നമ്മൾ നടുഭാഗത്തൊന്നും ഇതേപോലെ നെട്ടും ബോൾട്ടും കൊടുക്കണമെന്നില്ല. അപ്പോൾ അത് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നെട്ടും ബോൾട്ടൊക്കെ കൊടുത്ത് ടൈറ്റ് ചെയ്തു. ഇനി ഇതാ നമുക്ക് നമ്മുടെ കൂട് ഇതേപോലെ പൊക്കി വെക്കാം. ഇതേപോലെ 3 കാലിലാണ് നമ്മുടെ കൂട് നിൽക്കുക. അപ്പോൾ അതാ നമ്മുടെ കൂടിൻ്റെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതിന് ഡോറ് കൂടി വെച്ച് പിന്നെ മുകളിൽ റെഡിയാക്കിയാൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഡോറ് റെഡിയാക്കാം. അപ്പോൾ അത് കൂടിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 മീറ്റർ നെറ്റാണ് ഉപയോഗിച്ചത്. അത് അല്ലാതെ ഈ ഡോറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 25 സെൻറ്റിമീറ്റർ എക്സ്ട്രാ നമ്മൾ നെറ്റ് വാങ്ങിയിട്ടുണ്ട്. അതേ നെറ്റ് അത് കറക്റ്റ് നടുഭാഗത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 2 ഡോറാക്കി, 2 തട്ടിന് 2 ഡോറാക്കി നമ്മളത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നെറ്റിൻ്റെ 2 ഭാഗത്ത് മാത്രം നമ്മൾ പട്ടിക കൊടുത്താൽ മതി. പട്ടിക കൊടുത്താൽ നമുക്ക് ഡോറ് പോലെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ അതെ 2 ഭാഗത്ത് മാത്രം 2 സൈഡിൽ ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഇതേപോലെ പട്ടിക ഫിറ്റ് ചെയ്താൽ മതി. അത് നമ്മൾ ഇതേപോലെ തന്നെ നെറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഉൾഭാഗത്താണ് നെറ്റ് വെക്കുന്നത്, പുറം ഭാഗത്താണ് പട്ടിക വരിക. അപ്പോൾ ഉൾഭാഗത്ത് നമ്മൾ നെറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ നമ്മുടെ 1 ഇഞ്ച് നെയ്സാണി ഇതേപോലെ അടിച്ചതിന് ശേഷം നമ്മളത് വളച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ കുറേ ആണികൾ നമ്മൾ അതായത് നന്നായിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളിത് ആണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 2 വിജാവിരി കൊടുത്തിട്ടാണ് നമ്മൾ ഡോറ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ഈ വിജാവിരികളൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ഡോറ് നമ്മൾ ഫിറ്റ് ചെയ്ത് ഇനി അതിൻ്റെ ലോക്കും നമുക്ക് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ 2 ഡോറും റെഡിയായി നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ റൂഫ്, അതായത് മുകൾ ഭാഗം റെഡിയാക്കാം. മുകൾ ഭാഗത്തേക്ക് വേണ്ടി നമ്മൾ ഇതേപോലെ ഒരു തകരത്തിൻ്റെ റൂഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വീട്ടിലുള്ള ഒരു വേസ്റ്റ് പീസാണ് നമ്മൾ എടുത്തത്. ഇത് അതിൻ്റെ അടിയിൽ, അതായത് മുൻഭാഗത്ത് നമ്മൾ അടിയിൽ ഒരു ചെറിയ പട്ടിക കഷ്ണം ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈ റൂഫ് നമ്മുടെ അതായത് ഡോറിനൊക്കെ തട്ടാതിരിക്കാനും, അതായത് ചെറിയൊരു റൂഫിന് ബാക്ക് സൈഡിലേക്ക് ഒരു ചെരിവ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പട്ടിക ഫിറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഹോൾ ഇട്ടതിന് ശേഷം സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതേപോലെ റൂഫ് വെച്ചതിന് ശേഷം നെട്ടും ബോൾട്ടും ഇട്ടിട്ട്, അതായത് നമ്മുടെ അടിയിലെ ടയറിലേക്ക് നെട്ടും ബോൾട്ടും കൊടുത്തിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. 3 നെട്ടും ബോൾട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുൻഭാഗത്ത് പട്ടികയിലേക്കും നമുക്ക് 2 സ്ക്രൂ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ റബ്ബർ വാഷറൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റൂഫൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് ഇനി ആ റൂഫിന് നമ്മളൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഈട് കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ ഒരു പഴയ റൂഫ് ആയതുകൊണ്ടാണ് നമ്മളത് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത്.
നമ്മുടെ കൂട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 2 ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 ഡോറാണ് കൊടുത്തത്. അപ്പോൾ അത് 2 നിലയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്, 2 തട്ടായിട്ട്. അതായത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് 3 ടയർ, അതായത് ടൂ വീലർ എന്ന് പറയുമ്പോൾ ബൈക്കിൻ്റെ 3 ടയറും അതേപോലെ നെറ്റും പിന്നെ പട്ടിക ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് നിർമ്മിച്ചത്. വളരെ സിമ്പിളായിട്ട് ആർക്കും നിർമ്മിക്കാൻ കഴിയുന്നൊരു കൂടാണ്. അതേപോലെ തന്നെ വളരെ ചിലവും കുറവാണ്. 500 രൂപ മാത്രമേ നമുക്കിതിന് ചിലവായിട്ടുള്ളൂ. അത് നമ്മുടെ ഈ നെറ്റിന് മീറ്ററിന് 150 രൂപയാണ് വില. അപ്പോൾ അത് 1.5 മീറ്ററാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ആ നെറ്റ് അതേപോലെ പിന്നെ ഇതിൻ്റെ പട്ടിക അതേപോലെ തന്നെ നമ്മുടെ നെറ്റ് വോൾട്ടുകൾ ഇതാണ് നമ്മൾ വില കൊടുത്ത് വാങ്ങിയത്. അപ്പോൾ 500 രൂപയാണ് അതിന് നമുക്ക് വില വന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ടയറുകളൊക്കെ നമുക്ക് ഇതേപോലെ ടയറിൻ്റെ പഞ്ചർ കടകളിൽ നിന്നൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടും. ഒരു ടയറിന് 10 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അവർ വേസ്റ്റ് ടയറാണ്. അപ്പോൾ അവർ 10 രൂപ കൊടുത്താൽ ഇതേപോലെയുള്ള ടയറുകൾ, ബൈക്കിൻ്റെ ടയറുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഒരേ അളവിലുള്ള 3 ടയറാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഏത് പക്ഷിക്കും, നമ്മൾ വളർത്തുന്ന ഏത് പക്ഷിക്കും നല്ല മുയൽ അങ്ങനെ ഏതിനും നമുക്ക് പറ്റുന്ന ഒരു അടിപൊളി കൂടാണ്. അതായത് പ്രാവിന് പറ്റൂ, കാടക്ക് പറ്റൂ, അതേപോലെ കോഴിയോ എന്ത് വേണമെങ്കിൽ നമുക്കിതിൽ വളർത്താം. പിന്നെ നമുക്കിതിന് ഒരു പ്രത്യേക ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ ഒക്കെ നെട്ടും ബോൾട്ടും ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് അയച്ചു മാറ്റുക ഇതാക്കുകയൊക്കെ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാം അയച്ചു മാറ്റാം. അതേപോലെ ഇതിൻ്റെ തട്ട് ലവ് ബേർഡ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തട്ട് ആവശ്യമില്ല, ഈ നടുക്കുള്ള തട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ നെട്ട് ബോൾട്ട് ഒരു 3-4 നെട്ട് ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുത്ത് ഒഴിവാക്കാം. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഡോറ് നമ്മൾ ഇതേ രീതിയിൽ കൊടുത്തതാണ്. ഒറ്റ ഡോറ് പോലെയാണ്. അപ്പോൾ നമുക്കിത് എടുത്ത് ഒഴിവാക്കാനും അതേപോലെ അതിലേക്ക് വെക്കാനൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കഴിയും. അതേപോലെ ഇതിൻ്റെ പലകകളൊക്കെ എന്തെങ്കിലും കേട് വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് അയച്ചതിന് ശേഷം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വേറെ പലകയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്യാം. ഇതിന് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ പെയിൻ്റ് അടിക്കണം. നമ്മളിതിൻ്റെ നെറ്റിന് പെയിൻ്റ് അടിച്ചിട്ടില്ല. പെയിൻ്റ് അടിച്ചാൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഈട് കിട്ടും. അപ്പോൾ പെയിൻറ്റ് കൂടി അടിച്ചാൽ വളരെ നന്നാവും. പിന്നെ ഇതിൻ്റെ ഈ ടയർ ആയതുകൊണ്ട് ഈ കാട്ടങ്ങളൊന്നും ഇതിൻ്റെ കമ്പിയിലേക്ക് അങ്ങനെ വരില്ല. കാരണം ഈ ടയർ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ഇതേപോലെ ഉപയോഗിച്ചത് കൊണ്ട് ഈ കാട്ടങ്ങളൊന്നും കമ്പിയിലേക്ക് അങ്ങനെ വരില്ല. ഈ ടയറിൻ്റെ ഭാഗങ്ങളിലാണ് ആ കാട്ടങ്ങളൊക്കെ വരിക. അപ്പോൾ ഇതിലെന്തെങ്കിലും വിരിച്ചു കൂടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അവർക്ക് ഇതാക്കാൻ കഴിയും. അപ്പോൾ കാട്ടങ്ങളൊന്നും ഇതിലേക്ക് കമ്പിയിലേക്ക് അങ്ങനെ വരില്ല. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അടിപൊളി കൂടും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.